പോകാം. വ്യാജ ലഹരി മരുന്ന് കേസ് നമുക്കറിയാം, അത് കേരളം ഒരുപാട് ചർച്ച ചെയ്ത് തന്നെയായിരുന്നു. വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയതൊക്കെ എന്തായാലും വലിയ നിയമ പോരാട്ടം തന്നെ അവർക്ക് നടത്തേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിൽ അതിലെ മുഖ്യ ആസൂത്രക പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ലിവിയ ജോസിനെ മുംബൈയിൽ വെച്ചായിരുന്നു പിടികൂടിയത്. എന്തായാലും ലിവിയ ജോസിനെ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുംബൈയിൽ നിന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ ലിവിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ലിവിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ നിന്നെത്തിയ ലിവിയെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി നടരാജാണ് ചേരുന്നത്. നടരാജ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മുഖ്യ ആസൂത്രകയെ ഇവിടെ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിശദമായി ചോദ്യം ചെയ്ത് എങ്ങനെയാണ് ഷീല സണ്ണി കേസിൽ കുരുക്കിയത്, എന്താണ് അതിന് കാരണമായത് എന്നതിലൊക്കെ ഒരു വ്യക്തത വരുത്താനാണോ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്? ദിവ്യ, മുംബൈ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്ത ലിവിയ ജോസിനെ മുംബൈ പോലീസിന് നേരത്തെ കൈമാറിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ലിവിയ ജോസിനെ ഇന്നലെ രാത്രി 11:30 മുംബൈയിൽ നിന്ന് വിമാനത്തിൽ കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഇവരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തോടെ ലിവിയ ഒളിയിൽ പോയിരുന്നതാണ്. കേസിൽ ലിവിയയ്ക്ക് പങ്കുണ്ടെന്ന് സൂചന ലഭിച്ചതോടെ അന്വേഷണ സംഘം തെരച്ചിൽ നോട്ടീസ് ഇറക്കിയിരുന്നു. ദുബായിലേക്ക് കടന്ന ലിവിയ നാട്ടിലെത്താനും പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയതോടെയാണ് ദുബായിൽ നിന്നും രഹസ്യമായി മുംബൈയിൽ എത്തിയത്. അപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇവരെ ഇമിഗ്രേഷൻ സംഘം പിടികൂടുകയും ചെയ്തത്. ലിവിയയുടെ സുഹൃത്ത് നാരായണദാസിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാരായണദാസ് ആണ് മുഖ്യപ്രതിയെങ്കിലും ലിവിയ ആണ് കേസിൽ ആസൂത്രണം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ലിവിയയുടെ സഹോദരി ലിൽജിയുടെ ഭർത്താവിന്റെ അമ്മയാണ് ഷീല സണ്ണി. എന്തായാലും നാടിനെ നടുക്കിയ ഒരു കേസ് തന്നെയാണ്. ഇതിന്റെ ഒരു മുഖ്യ ആസൂത്രകയാണ് പിടിയിലായിട്ടുള്ളത്. ഇനിയാണ് ഈ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരേണ്ടത്. ഈ വ്യാജ LSD സ്റ്റാമ്പുകൾ എവിടെ നിന്ന് വാങ്ങി, ആരുടെ സഹായം ലഭിച്ചു, എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്നതൊക്കെ തന്നെ ലിവിയ കൃത്യമായ മറുപടി നൽകണം. എങ്കിൽ മാത്രമേ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ, കേസ് മുന്നോട്ട് പോവുകയുള്ളൂ.